അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ AI യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ അനലൈസ് ചെയ്യാൻ പോവാണ്. കാരണം AIയുടെ സാധ്യതകൾ വളരെയധികം വിചിലംബിച്ചതാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ChatGPT നമ്മുടെ സ്കിന്നിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രോബ്ലംസ്, അതിന്റെ സൊല്യൂഷൻസ് നമുക്ക് തരും. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റിന്റെ ഫോട്ടോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ കുറെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളത് നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ അതിഥി. അപ്പൊ അതിഥിയുടെ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് നമ്മൾ ChatGPTനോട് ചോദിക്കും എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണണം കേട്ടോ. എന്നിട്ട് നമുക്ക് ChatGPTനോട് ചോദിക്കാം. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കും. കമോൺ. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. എന്താണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങളുടെ സ്വന്തം റിസ്ക് നിങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ആണെങ്കിൽ ട്രൈ ചെയ്യാലോ. ChatGPT എടുത്തു. ChatGPTനോട് ചോദിക്കാൻ പോകണേ. നമ്മൾ ഫസ്റ്റ് ആ ഫോട്ടോ എടുത്തില്ല, ഇതിനിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്തൊക്കെയാണോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോട്ടോ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇതിൽ എടുക്കുക, അറ്റാച്ച് ചെയ്യുക. ഫോട്ടോ അറ്റാച്ച് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കും. ടൈപ്പ് ചെയ്തു. Your mother has a warm and radiant smile. Okay. Okay, mother is so happy. Mother, show your face, mother. Skin analysis വന്നിട്ടുണ്ട് കേട്ടോ. Uneven skin tone and pigmentation, mild to moderate hyperpigmentation and dark spots, especially on the cheeks and upper lip. Okay. ഇനി അടുത്തത് texture slightly rough or uneven texture, possibly due to sun exposure or dehydration. പിന്നെ fine lines, a few visible lines which are normal with age. Overall appearance healthy but could benefit from targeted care for brightness and smoothness. സജസ്റ്റഡ് സ്കിൻ കെയർ പറയുന്നത് എന്തൊക്കെയാണ്? മോർണിംഗ് റൂട്ടീൻ മദർ കേക്ക് കേട്ടോ. ജെന്റൽ ക്ലെൻസർ, ലുക്ക് ഫോർ വൺ വിത്ത് വൈറ്റമിൻ സി ഓർ അലോവേര. എക്സാമ്പിൾ സെറ്റാഫിൽ ബ്രൈറ്റ്നസ് റിവീൽ ഓർ സിമ്പിൾ റിഫ്രഷിംഗ് ഫേഷ്യൽ വാഷ്. രണ്ടാമത്തേത് വൈറ്റമിൻ സി സെറം, ഹെൽപ്സ് ബ്രൈറ്റൻ സ്കിൻ, റെഡ്യൂസ് പിഗ്മെന്റേഷൻ ആൻഡ് പ്രൊട്ടക്ട് ഫ്രം സൺ ഡാമേജ്. അപ്ലൈ 3 to 4 drops ആഫ്റ്റർ ക്ലെൻസിംഗ്. അടുത്ത സജഷൻ മോയ്സ്ചറൈസർ ആണ്, ഹൈഡ്രേറ്റിംഗ് ക്രീം വിത്ത് ഹൈലൂറോണിക് ആസിഡ് ഓർ സെറാമൈഡ്സ്. എക്സാമ്പിൾ ന്യൂട്രിജീന ഹൈഡ്രോ ബൂസ്റ്റ് ഓർ സെറാവി മോയ്സ്ചറൈസിംഗ് ക്രീം. ഈ സെറാവി മോയ്സ്ചറൈസിംഗ് ക്രീമിൽ ഓൾറെഡി ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്യാം, നിങ്ങൾ പോയി കണ്ടു നോക്കുക, ഭയങ്കര നല്ലതാണ്. അടുത്ത സൺസ്ക്രീൻ പറഞ്ഞിരിക്കുന്നത് SPF 30 or higher, broad spectrum ആയിരിക്കണം, ഈവൻ ഇൻഡോർസ് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും തേക്കണം ChatGPT പറയുന്നത് കേട്ടോ. ഡെയിലി സൺസ്ക്രീൻ ഹെൽപ്സ് റിഡ്യൂസ് പിഗ്മെന്റേഷൻ. പിന്നെ നൈറ്റ് റൂട്ടീൻ പറയുന്നത് ക്ലെൻസർ, യൂസ് ദ സെയിം മോർണിംഗ് വൺ ഓർ എ ജെന്റൽ മിൽക്ക് ക്ലെൻസർ. പിന്നെ റെറ്റിനോൾ ഓർ ഇതെന്താ വായിക്കുന്നത്, ബക്കൂഷിയോൾ ക്രീം. ഓക്കെ, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ അത് പറയുന്നത് ഹെൽപ്സ് വിത്ത് ഫൈൻ ലൈൻസ് ആൻഡ് ഡാർക്ക് സ്പോട്ട്, സ്റ്റാർട്ട് 2 to 3 times a week. എല്ലാ ദിവസവും ഇടണ്ട, ആഴ്ചയിൽ 3 ദിവസം ഇട്ടാൽ മതി കേട്ടോ. ഈ പറഞ്ഞ റെറ്റിനോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. ഇഫ് സെൻസിറ്റീവ് സ്കിൻ യൂസ് ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനാണ് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അടുത്ത മോയ്സ്ചറൈസർ, റിച്ച് നൈറ്റ് ക്രീം ഓർ നാച്ചുറൽ ഓയിൽ ലൈക്ക് റോസ് ഹിപ്പ് ഓർ ആൽമണ്ട് ഓയിൽ കെൻ ഹെൽപ്പ് റിപ്പയർ ഓവർ നൈറ്റ്. ഇനി ഇത് കൂടാണ്ട് സപ്ലിമെന്റ്സ് എടുക്കുക. അതിന്റെ അകത്ത് ഒരു പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇഫ് ഡോക്ടർ അപ്രൂവ്സ്, എന്തായാലും നിങ്ങളൊരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. വൈറ്റമിൻ സി പ്ലസ് ഇ ഫോർ സ്കിൻ ബ്രൈറ്റനിങ്, അല്ലെങ്കിൽ കൊളാജൻ പൗഡർ ഓർ ടാബ്ലറ്റ്സ്. പിന്നെ അയൺ ആൻഡ് B12 ഇഫ് ഷീ ഫീൽസ് ടയർഡ് ഓർ ഹാസ് ഡൾ സ്കിൻ, ചെക്ക് വിത്ത് ഡോക്ടർ കേട്ടോ. ഇനി നമ്മൾ സജഷൻസ് ചോദിക്കാം കേട്ടോ, പ്രോഡക്ട്സിന്റെ സജഷൻസ്. കറക്റ്റ് അവർ പറഞ്ഞുതരും എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഇവരുടെ സജഷൻസ് ഉണ്ടോ. ക്ലെൻസർ വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ ഈ ലാറോഷെ ഹോസെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നല്ല ബ്രാൻഡാണ്, ഭയങ്കര കൂടിയ ബ്രാൻഡാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ന്യൂട്രിജീന ഹൈഡ്രോ ബൂസ്റ്റ് ജെൽ ക്രീം. സൺസ്ക്രീൻ പറഞ്ഞിരിക്കുന്നത് ഇതുണ്ട്, ബയോഡെമ ഫോട്ടോഡം മാക്സ് SPF 50+ ക്രീം. അതാണ് അവരുടെ സജഷൻ. അടുത്ത ക്ലെൻസർ സെയിം ഇസ് മോർണിംഗ്. റെറ്റിനോളിനുണ്ട്, ഓർഡിനറിയുടെ ആണ് പറയുന്നത്. പിന്നെ നൈറ്റ് മോയ്സ്ചറൈസർ സെറാവിയുടെ ആണ്, റിന്യൂവിംഗ് നൈറ്റ് ക്രീം പറയുന്നുണ്ട്. വീക്ക്ലി ട്രീറ്റ്മെന്റ് ഫേസ് പാക്ക് പറയുന്നുണ്ട് കേട്ടോ. പപ്പായ പൾപ്പ്, ഹണി, a pinch of turmeric. നമുക്ക് ഹോം റെമഡീസ് ഇവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ഫോലിയേഷൻ ആണെങ്കിൽ ഓർഡിനറിയുടെ ലാക്ടിക് ആസിഡ് 5% പ്ലസ് ഹൈലൂറോണിക് ആസിഡ് കൂടി ഉള്ളതാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഓപ്ഷണൽ സപ്ലിമെന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റും ലിങ്കും എല്ലാം നമുക്ക് തരും കേട്ടോ. അത്ര അടിപൊളിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ChatGPT. ട്രാക്കർ ഷീറ്റും പറഞ്ഞു തരും കേട്ടോ. നമുക്കത് എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഡക്ട്സ് നമുക്ക് കുറെ അഡ്വൈസ് അവർ തന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊരു റൂട്ടീൻ പോലെ നിങ്ങൾക്ക് ഓർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ChatGPT അതൊരു PDF ആക്കി തരും. അതും കൂടി കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു റൂട്ടീൻ വരെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വീക്ക്ലി എങ്ങനെ ചെയ്യണം എന്നുള്ള. അഞ്ജുവിന്റെ അമ്മയ്ക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ,
സാറ്റർഡേ ഫുള്ള് സൺഡേ എല്ലാം നല്ല സെറ്റായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. ഇനി ഇൻസ്ട്രക്ഷനും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ PDF ആക്കിയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അമ്മയ്ക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ സ്കിന്നൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കുറേ നാളായിട്ട് വലിയ സ്കിൻ കെയർ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്താ പറയുന്നത് നോക്കട്ടെ. എൻ്റെ സ്കിൻ ഞാൻ അനലൈസ് ചെയ്യാൻ പോവാണ്. ഗൈസ്, ഇത് കണ്ടോ എൻ്റെ സ്കിന്നിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡൾ കോംപ്ലക്ഷൻ, ഡാർക്ക് അണ്ടർ ഐ ഏരിയ കുറച്ചുണ്ട് കേട്ടോ. മൈൽഡ് പിഗ്മെന്റേഷൻ ആണ്, കറക്റ്റാ, മൈൽഡ് ആയിട്ടേ ഉള്ളൂ. പിന്നെ അണീവൻ സ്കിൻ ടോൺ. അപ്പൊ എന്റെ അനാലിസിസ് വന്നു, ഡൾ കോംപ്ലക്ഷൻ ആണ് പറയുന്നത്. പിന്നെ ഡാർക്ക് അണ്ടർ ഐ ഏരിയ, മൈൽഡ് പിഗ്മെന്റേഷൻ ആൻഡ് പഫ്നെസ് അറൗണ്ട് ഐസ്. ഓക്കെ, എന്റെ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള റീസൺസ് അവർ പറയുന്നുണ്ട്. പിന്നെ അണീവൻ സ്കിൻ ടോൺ. ഓക്കെ, പിന്നെ ഉള്ളത് ടെക്സ്ചർ പറയുന്നുണ്ട്. സം വിസിബിൾ പോൾസ് ആൻഡ് വെരി മൈൽഡ് ആക്നി, സ്കാറിംഗ് നിയർ ചീക്സ് ഓർ ജോ ലൈൻ. ഇവിടെ ഉണ്ട്, ഇത് കണ്ടോ. ഇത് നോർമലി വേറെ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ കറക്റ്റ് ആണ് കേട്ടോ. ഓയിൽ ബാലൻസ് ലുക്സ് ലൈക്ക് എ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്, നോർമൽ ടു ഓയിലി ഇൻ ദ പീ സോൺ ആൻഡ് ഡ്രൈ അറൌണ്ട് മൗത്ത് ആൻഡ് cheeks. കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ വെച്ചിട്ട് വളരെ ശരിയാണ്. ഇനി സ്കിൻ കൺസേൺസ് ഐഡന്റിഫൈ ഡൾനെസ് ആൻഡ് ടയർഡ് ലുക്ക്, ഡാർക്ക് സർക്കിൾസ് ഓർ അണ്ടർ ഐ പിഗ്മെന്റേഷൻ, അൺഈവൻ ടോൺ എസ്പെഷ്യലി അറൌണ്ട് ദ മൗത്ത്, സ്ലൈറ്റ്ലി കൺജഷൻ ഓർ റഫ്നെസ് ഇൻ പോൾസ്. ഇനി അടുത്തത് നമ്മളുടെ റെക്കമെൻഡേഷൻസ് നോക്കാം. റെക്കമെൻഡേഷൻസ് സ്കിൻ കെയർ റൂട്ടീൻ. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് പറയുന്നത് ക്ലെൻസർ, സെറാവി ഫോമിംഗ് ക്ലെൻസർ ഓർ സിമ്പിൾ റിഫ്രഷിംഗ് ഫേസ് വാഷ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിച്ചു തരട്ടെ. ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സെയിം സെറാവിയുടെ തന്നെ ഫേസ് വാഷ് ആണ്. അപ്പോൾ ChatGPT പറഞ്ഞ കറക്റ്റ് ആണ്. ഇനി ബാക്കി നോക്കാം. നെക്സ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് വൈറ്റമിൻ C സെറം ആണ്. ഞാനിത് ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല. ഇതിനകത്ത് പറയുന്നത് ഗാർണിയർ വൈറ്റമിൻ C ബൂസ്റ്റർ സെറം ഓർ ഓർഡിനറി അസ്കോർബിക് ആസിഡ് പ്ലസ് ആൽഫ ആബുട്ടിൻ, ഹെൽപ്സ് ബ്രൈറ്റൻ ഡൾനെസ് ആൻഡ് ഫ്രീ പിഗ്മെന്റേഷൻ. ഓക്കെ, അത് വേണം നമുക്ക് ട്രൈ നോക്കാം, കാരണം ഞാനത് യൂസ് ചെയ്യുന്നില്ല. അടുത്ത മോയ്സ്ചറൈസർ അവർ പറയുന്നത് സെറാവി ഡെയിലി മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ആദ്യത്തെ മോയ്സ്ചറൈസർ സെറാവിയുടെ മോയ്സ്ചറൈസർ. അടുത്ത സൺസ്ക്രീൻ ഓപ്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ലാ റോഷെ പോസയുടെ ഓപ്ഷനും പിന്നെ അക്വാലോജിക്കയാണ്. പക്ഷെ ഇത് രണ്ടുമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന മിനിമലിസ്റ്റ് ആണ്, അത് കറക്റ്റ് അല്ല. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നൈറ്റ് കെയറിൽ ദ ഓർഡിനറി നൈസിനമൈഡ് 10% ഇതാണ് പറയുന്നത്. അടുത്തത് നൈറ്റ് ക്രീം ഓർ ജെൽ, സെയിം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോൺ സൂപ്പർ ലൈറ്റ് ജെൽ ഓർ സെറ്റാഫിൽ നൈറ്റ് ക്രീം ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ഓർഡിനറി ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ എക്സ്ഫോലിയേറ്റ് ഓർ മിനിമലിസ്റ്റ് ലാക്റ്റിക് ആസിഡ്. പിന്നെ അടുത്ത ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ കഫീൻ ഐ ക്രീം ആണ് പറയുന്നത്. പിന്നെ വേറെ എന്താണ്, പിന്നെ 7 to 8 hours ഓഫ് സ്ലീപ്പ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്, അവോയ്ഡ് റബ്ബിംഗ് ഐസ്. ഓക്കെ, ഇത് റബ്ബിംഗ് ഐസ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, ഇത് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ChatGPT. അടുത്ത ലൈഫ് സ്റ്റൈൽ സപ്പോർട്ട് പറയുന്നത് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി, ഇൻക്ലൂഡ് സിട്രസ് ഫ്രൂട്ട്, പോമഗ്രാനേറ്റ്, ഡേറ്റ്സ് ആൻഡ് ഗ്രീൻസ്, ലിമിറ്റ് ഓയിലി സ്പൈസി ഫുഡ്, റെഡ്യൂസ് സ്ക്രീൻ ടൈം ബിഫോർ ബെഡ്. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നമാണ്. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി എനിക്ക് എൻ്റെ പേഴ്സണൽ വീക്ക്ലി ട്രാക്ക് PDF ഞാൻ റെഡിയാക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ എന്താണ്, എല്ലാം നിങ്ങളുടെ റിസ്കി ചെയ്യുക. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് അതിന് മുന്നേ എന്തായാലും നിങ്ങളൊരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കാണണം. എന്നിട്ട് മാത്രം നിങ്ങളത് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.